പുതിയൊരു വിഷയത്തിലേക്ക് എല്ലാ നിക്ഷേപകർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടുകളെ കുറിച്ചാണ് വിവരിക്കുന്നത്. ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടുകളെ ഡൈനാമിക് അസറ്റ് അലോക്കേഷൻ ഫണ്ട് എന്നും അറിയപ്പെടുന്നു. ഈ ഫണ്ടിന്റെ പ്രവർത്തനം മറ്റ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ഒരു ഫണ്ട് മാനേജറുടെ വളരെ ആർജവമാർന്ന പ്രകടനം ഈ ഫണ്ടിൽ ലഭ്യമായതുകൊണ്ടാണ് ഇതിനെ ഡൈനാമിക് അസറ്റ് അലോക്കേഷൻ എന്നും അറിയപ്പെടുന്നത്. ഈ ഒരൊറ്റ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നത് വ്യത്യസ്തമായ ഫണ്ട് ക്ലാസുകളിൽ നിക്ഷേപിക്കുന്നതിന് തുല്യമാണ്. ഇത് എക്വിറ്റി കൂടാതെ ബോണ്ടുകളിലും ഡെറിവേറ്റീവ് സെഗ്മെന്റുകളിലും റിയൽ എസ്റ്റേറ്റിലുമെല്ലാം ആനുപാതികമായ നിക്ഷേപം നടത്തിവരുന്നു. ഏത് മേഖലയിൽ എത്ര അനുപാതത്തിൽ നിക്ഷേപിക്കണം എന്ന് തീരുമാനിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഫണ്ട് മാനേജർക്ക് ഉണ്ട്. അത് ഓരോ കാലഘട്ടത്തിനും അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. അതായത് മാർക്കറ്റിന്റെ വീഴ്ച സമയങ്ങളിലും ഉയർച്ചയിലും ഒക്കെ വ്യത്യസ്ത അനുപാതത്തിലാണ് ഓരോ സെക്ടറിലും എത്ര നിക്ഷേപിക്കണമെന്ന് ഫണ്ട് മാനേജർ തീരുമാനമെടുക്കുന്നത്. ഓരോ കാലഘട്ടത്തിനും അനുസൃതമായി മാർക്കറ്റിന്റെ ഗതിവിഗതികളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത സാധാരണക്കാരായ നിക്ഷേപകർക്ക് വലിയൊരു അനുഗ്രഹമാണ് ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് മ്യൂച്വൽ ഫണ്ടുകളിലുള്ള നിക്ഷേപം. ഓരോ കാലഘട്ടത്തിലും പ്രത്യേക തന്ത്രത്തിലൂടെ നിക്ഷേപിക്കാൻ കഴിയാത്ത സാധാരണക്കാരായ നിക്ഷേപകർക്ക് വലിയൊരു അനുഗ്രഹമാണ് ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടുകളിലുള്ള നിക്ഷേപം. വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ അസറ്റ് ക്ലാസുകളിൽ മാറി മാറിയുള്ള നിക്ഷേപ തന്ത്രങ്ങളിലൂടെ മാത്രമേ നല്ലൊരു ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യാൻ നിക്ഷേപകർക്ക് സാധിക്കുകയുള്ളൂ. അതിനനുസൃതമായി ഏതൊക്കെ ഫണ്ടുകളിൽ, ഏതൊക്കെ സെക്ടേഴ്സിൽ, ഏതൊക്കെ ക്ലാസുകളിൽ, ഏതെല്ലാം സമയത്ത് നിക്ഷേപിക്കണമെന്ന് നിക്ഷേപകൻ തീരുമാനമെടുക്കേണ്ടതുണ്ട്. അതിന് കഴിയാത്തവർക്ക് തീർച്ചയായും ഈ ഫണ്ടുകളിൽ നിക്ഷേപിച്ചിരിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. സാധാരണ എക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ 90 മുതൽ 100% വരെ എക്വിറ്റികളിലായിരിക്കും എല്ലാ കാലഘട്ടത്തിലും നിക്ഷേപിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ ബോണ്ട് ഫണ്ടുകളിൽ 100%വും ബോണ്ടുകളിലും ക്യാഷിലുമൊക്കെയാണ് നിക്ഷേപിക്കുന്നത്. സാധാരണ ബാലൻസ് ഫണ്ടുകളിലാകട്ടെ 65 മുതൽ 70% വരെ എക്വിറ്റിയിലും 30 മുതൽ 35% വരെ ബോണ്ടുകളിലുമാണ് നിക്ഷേപിക്കുന്നത്. എന്നാൽ ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടുകളിൽ ഏത് അസറ്റ് ക്ലാസ്സിൽ എത്ര ശതമാനം നിക്ഷേപിക്കണം എന്നുള്ള സ്വാതന്ത്ര്യം ഫണ്ട് മാനേജർക്കുണ്ട്. 100% എക്വിറ്റിയിൽ നിക്ഷേപിക്കാം, ബോണ്ടിൽ എത്ര നിക്ഷേപിക്കണമെന്ന് തീരുമാനിക്കാം. ഇതൊക്കെ ഫണ്ട് മാനേജറുടെ തീരുമാനത്തിന് വിട്ടു നൽകിയിരിക്കുന്നു. സാധാരണ ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടുകളിൽ 65% എക്വിറ്റിയിൽ നിക്ഷേപിക്കാറുള്ളത്. എന്നാൽ മാർക്കറ്റിന്റെ ഉയർച്ച താഴ്ചകൾക്കനുസൃതമായി ഇത് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഫണ്ട് മാനേജർക്കുണ്ട്. എന്നാൽ 65%-ൽ താഴെ എക്വിറ്റി ക്ലാസ് പോവുകയാണെങ്കിൽ അത് എക്വിറ്റി ക്ലാസിന്റെ ടാക്സ് പരിഗണന ലഭിക്കില്ല എന്നതുകൊണ്ട് തന്നെ ഇത്തരം ഘട്ടങ്ങളിൽ കയ്യിലുള്ള സ്റ്റോക്കിന്റെ പുട്ട് ഓപ്ഷൻ വാങ്ങുകയും അത് ഒരു ആർബിട്രേജ് ഫണ്ടിന്റെ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. 15 മുതൽ 20% വരെ കാലഘട്ടത്തിനനുസൃതമായി അത് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഫണ്ട് മാനേജർക്കുണ്ട്. ആർബിട്രേജ് ഫണ്ടുകളിൽ സാധാരണ ചെറിയ ഒരു ലാഭം എല്ലാ വർഷവും ലഭിക്കാറുണ്ട്. 7 മുതൽ 8% വരെയാണ് ആർബിട്രേജ് ഫണ്ടിന്റെ ഒരു വർഷത്തെ പ്രോഫിറ്റ് സാധാരണഗതിയിൽ. 20-25% ആ കാറ്റഗറിയിലേക്ക് മാറ്റുന്നത് വഴി മാർക്കറ്റിന്റെ വീഴ്ച സമയങ്ങളിൽ ഫണ്ടിനെ ഒരു ഡിഫൻസീവ് രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ ഫണ്ട് മാനേജർക്ക് കഴിയുന്നു. 30-35% വരെ ഡെപ്റ്റ് ഫണ്ടുകളിലും 20-25% വരെ ഡെറിവേറ്റീവ് സെഗ്മെന്റിലും നിക്ഷേപം നടത്തി ഫണ്ടിന്റെ പ്രവർത്തനം പൂർണ്ണമായും എക്വിറ്റിയിൽ നിന്ന് മാറ്റി 40% വരെ മാത്രം എക്വിറ്റിയിൽ എക്സ്പോഷർ നടത്തുവാൻ അതുവഴി ഫണ്ട് മാനേജർക്ക് സാധ്യമാകുന്നു. 65%-മോ അതിലധികമോ എക്വിറ്റി ഡെറിവേറ്റീവ് സെഗ്മെന്റിൽ നിക്ഷേപം ഉള്ളതുകൊണ്ട് തന്നെ എക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളുടെ ടാക്സ് പരിഗണന ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടുകൾക്ക് ലഭ്യമാവുകയും ചെയ്യുന്നു. വിവിധ ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടുകളിൽ എക്വിറ്റിയുടെ അനുപാതം വ്യത്യസ്തമായ തരത്തിലാണ്. കൂടുതൽ അഗ്രസീവായ രീതിയിൽ എക്വിറ്റി അലോട്ട്മെന്റ് നടത്തുന്ന ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടുകൾക്ക് കൂടുതൽ നേട്ടം ലഭിക്കുന്നു. ചില ഫണ്ടുകളിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു വർഷത്തെ വളർച്ച വളരെ കുറവായിരിക്കും. അതിന് കാരണം അതിൽ എക്വിറ്റി സെഗ്മെന്റിലുള്ള അലോട്ട്മെന്റ് വളരെ കുറവാണ് എന്നുള്ളതാണ്. എക്വിറ്റി സെഗ്മെന്റിൽ വളരെ കൂടുതൽ നിക്ഷേപം നടത്തുമ്പോൾ മാർക്കറ്റിന്റെ വീഴ്ച സമയങ്ങളിൽ കൂടുതൽ ഫാളുണ്ടാവാൻ കാരണമാകുന്നു. അതേസമയത്ത് ഒരു ഡിഫൻസീവ് രീതിയിൽ പ്രവർത്തിക്കുന്ന ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടുകളിലാകട്ടെ മാർക്കറ്റിന്റെ വീഴ്ച സമയത്ത് അത് വലുതായി റിഫ്ലക്ട് ചെയ്യുന്നില്ല. അതേസമയത്തിന് എക്വിറ്റിയിൽ കൂടുതൽ എക്സ്പോഷർ ഉണ്ടെങ്കിൽ ഏകദേശം 50%-മോ അതിനടുത്തോ ഒക്കെയുള്ള വീഴ്ചയ്ക്കും കാരണമാകുന്നു. ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടുകളിലെ എക്വിറ്റി ഫണ്ടുകളിൽ കൂടുതലും ലാർജ് ക്യാപ് ഷെയർസുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സ്മാൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് ഓഹരികൾ സാധാരണഗതിയിൽ കുറവായിരിക്കും. ഒരു ലാർജ് ക്യാപ്പ് ഷെയറിനുണ്ടാകുന്ന വളർച്ച മാത്രമേ ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടിലുള്ള എക്വിറ്റി എക്സ്പോഷറിന് ലഭിക്കാറുള്ളൂ. അത് ഡെറിവേറ്റീവ് സെഗ്മെന്റിലേക്ക് മാറ്റുന്ന സമയത്ത് മാർക്കറ്റ് വീഴ്ച വരുത്തുന്ന സമയത്ത് ആ ഡെറിവേറ്റീവ് സെഗ്മെന്റുകൾ ലാഭത്തിലാവുകയും അങ്ങനെ വീഴ്ച ഒരുവിധം തടയാൻ സാധിക്കുകയും ചെയ്യും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് വിഭാഗത്തിൽപ്പെട്ട ഫണ്ടുകളാണ്. ആക്റ്റീവ് ഫണ്ടിന്റെ കാര്യമാണ് പറയുന്നത്, പാസീവ് ഫണ്ട് അല്ല. ആക്റ്റീവ് ഫണ്ടിന്റെ കാര്യത്തിൽ ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന
ആദ്യത്തെ 2 മ്യൂച്വൽ ഫണ്ടുകൾ ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടുകൾ ആണ്. ഏറ്റവും വലിയ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് HDFC ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടും രണ്ടാമത് ICICI പ്രൂഡൻഷ്യൽ ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടുമാണ്. ഈ 2 ഫണ്ടുകളിൽ കൂടുതൽ അഗ്രസീവായി എക്വിറ്റി എക്സ്പോഷർ ഉള്ളത് HDFC മ്യൂച്വൽ ഫണ്ടിനാണ്. ദീർഘകാലയളവിൽ ഉയർന്ന വളർച്ച നേടിയിട്ടുള്ളത് HDFC ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടാണ്. രണ്ടാമത്തെ ഏറ്റവും വലിയ ഫണ്ട് ICICI പ്രൂഡൻഷ്യൽ ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടാണ്. ഇതിൽ സാധാരണഗതിയിൽ HDFCയെ അപേക്ഷിച്ച് എക്വിറ്റി എക്സ്പോഷർ കുറവായതുകൊണ്ട് തന്നെ അത്രയും ഉയർന്ന വളർച്ച ഇതിൽ കാണാൻ കഴിയില്ല. എന്നാൽ മാർക്കറ്റിന്റെ വീഴ്ച സമയങ്ങളിൽ ഒരുവിധം സ്റ്റേബിളായ രീതിയിൽ പ്രവർത്തിക്കുന്നു, വലിയ വീഴ്ച വരാത്ത രീതിയിൽ സ്റ്റേബിളായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ICICI പ്രൂഡൻഷ്യൽ ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടിന്റെ പ്രത്യേകത. ഇതിൽ ഏതുതരം ഫണ്ടിൽ നിക്ഷേപിക്കണം എന്ന് തീരുമാനിക്കുന്നതിനുള്ള അവകാശം നിക്ഷേപകനുണ്ട്. ഇത് രണ്ടും കൂടാതെ മികച്ച ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടുകൾ വിപണിയിൽ ലഭ്യമാണ്. ഇത്തരം ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നത് വഴി ഒരു നല്ല ഫണ്ട് മാനേജറുടെ മികവ് നിക്ഷേപകന് ലഭ്യമാവുകയും ചെയ്യുന്നു. ഫണ്ട് മാനേജർ വളരെ ഡൈനാമിക്കായി ഇടപെടുന്നു എന്നുള്ളതാണ് ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടിന്റെ പ്രത്യേകത. വിപണിയിൽ ലഭ്യമായ ഇൻഡെക്സ് ഫണ്ടുകളിലോ ETF-കളിലോ ഒന്നും ഇത്തരം സേവനം ലഭ്യമാവുകയില്ല. മാർക്കറ്റിന്റെ വീഴ്ച സമയങ്ങളിൽ നിക്ഷേപകൻ സ്വന്തമായി തീരുമാനം കൈക്കൊള്ളേണ്ടി വരും. അതേസമയത്തിന് ഒരു ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ മികച്ച ഒരു ഫണ്ട് മാനേജറുടെ സേവനം സാധാരണക്കാരായ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ലഭ്യമാകുന്നു. ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടുകളുടെ പ്രവർത്തനം എങ്ങനെയാണെന്ന് സാധാരണ നിക്ഷേപകരെ മനസ്സിലാക്കാനുള്ള ഒരു എളിയ ശ്രമമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്തിട്ടുള്ളത്. സാധാരണക്കാരായ നിക്ഷേപകർക്ക് ഇത് ഉപയോഗം ചെയ്യുമെന്ന് കരുതുന്നു. എന്തായാലും ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.